നമ്മൾക്ക് 2 ചെവിയും ഒരു വായുമാണ് തന്നിട്ടുള്ളത് അല്ലേ? എന്നാൽ നമ്മൾ എത്ര ആളുകൾ മറ്റൊരാളോട് സംസാരിക്കാൻ ധൃതി കാണിക്കുന്നതിന് പകരം എത്ര നമ്മൾ മറ്റൊരാളെ കേൾക്കാൻ തയ്യാറാവാറുണ്ട്? ഹായ്, ഐ എം ജാഫർ അലി, ഐ എം എ കോൺഷ്യസ് ലിവിങ് കോച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ കേൾക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇരിക്കാറില്ല. അയാളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് മറുപടി കൊടുക്കുമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന് മുന്നിൽ ഇരിക്കുക. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ശീലം നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ വലിയ ദൃഢത അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മൈൻഡ് സെറ്റ് റീസെറ്റ് എന്ന ചാലഞ്ചിന്റെ 19ാമത്തെ ദിവസത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡീപ്പ് ലിസണിങ് എന്നാൽ എന്താണ് ഡീപ്പ് ലിസണിങ്? വിതൗട്ട് എനി ഇന്ററപ്ഷൻ, വിതൗട്ട് എനി മൊബൈൽ ഗാഡ്ജറ്റ്സ്. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും മറ്റൊരാളെ ഡീപ്പായിട്ട് ലിസൺ ചെയ്യുന്ന, ഒരു ജഡ്ജ്മെന്റും കൂടാതെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ് ഡീപ്പ് ലിസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്നാമത്തത് ബി പ്രസന്റ് ആണ്. നമ്മൾ പൂർണ്ണമായിട്ടും ഒരാളെ കേൾക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രസന്റ്, ആ ഗിഫ്റ്റ് എന്താണ്? നമ്മുടെ പ്രസൻസ് ആണ്. അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്ട്, നമ്മുടെ ആ ഒരു ചെറു പുഞ്ചിരി, ഒന്ന് മുന്നോട്ട് കയറിയിരുന്നൊരു ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ അദ്ദേഹത്തിന് ഇരുന്ന് കൊടുക്കുക. പൂർണ്ണമായിട്ടും വിത്തൗട്ട് ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ കേൾക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമയം കൊല്ലികളായിട്ടുള്ള ആളുകളുണ്ട്, അവരെ ഉദ്ദേശിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവരെടുത്ത് നമ്മൾ എങ്ങനെയെങ്കിലും തന്ത്രപൂർവ്വം രക്ഷപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ലിസണിങ്ങിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും അതുപോലെ നമ്മുടെ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നോ ഇൻട്രപ്ഷൻ. ഒരിക്കലും ഇടയിൽ കയറി സംസാരിക്കരുത്. എന്താണ് നമ്മൾ പറയാറുണ്ട്, തോക്കി കയറി വെടിവെക്കരുത് എന്നല്ലേ? അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് വേണ്ടതേ വെറുതെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്ന ആളല്ല. ഈ കേൾക്കുന്ന കാര്യത്തിൻ്റെ അപ്പുറം മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സങ്കടങ്ങളായാലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡീപ്പ് ലിസണിങ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറാൻ സാധിക്കും. താങ്ക് യു.